സത്യം ഞാൻ വിളിച്ചിട്ടില്ല സർ. ഒന്നാമത് എനിക്ക് ഇങ്ങനൊരു സംഭവമേ അറിയില്ല. രണ്ടാമത് എനിക്ക് പോലീസ് സ്റ്റേഷനിലെ നമ്പറും അറിയില്ല. നമ്പർ കിട്ടാനൊന്നും പ്രയാസമില്ല. ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ ഏത് നമ്പറും കിട്ടും. എന്തായാലും അത്യാവശ്യം ബുദ്ധിയുള്ള ആളാ ഇതിന്ന് കോൾ ചെയ്തേ. എല്ലാം അപ്പ തന്നെ ഡിലീറ്റും ചെയ്തിട്ടുണ്ട്. ഈ ഫോൺ താൻ ലോക്ക് ചെയ്തല്ലേ വെക്കുന്നത്? അല്ല സർ, ഞാൻ ഫോൺ ലോക്ക് ചെയ്യാറില്ല. അപ്പൊ പിന്നെ വേറെ ആരെങ്കിലും എടുത്ത് വിളിച്ചായിരിക്കും. വീട്ടിലെപ്പോഴുണ്ടായിരുന്നത് അമ്മയും നാത്തൂനും ആയിരുന്നോ? അതെ സർ. അമ്മ എന്ത് പറയുന്നു? എന്റെ മകള് സോന ഒരിക്കലും അങ്ങനെ ചെയ്യില്ല സാറേ. അവക്കൊരു കൈക്കുഞ്ഞുള്ളതാ. ഏത് സമയത്ത് അതിന്റെ കൂടെ ആയിരിക്കും അവള്. അവരുടെ കാര്യമല്ല ചോദിച്ചത്. അമ്മയായിരിക്കും വിളിച്ചതെന്ന് ഇവിടെ ആരോ പറയുന്നത് കേട്ടു. എന്റെ സാറേ, എന്റെ മകൻ ആ ലോഡ്ജിലുണ്ടെന്ന് ഈ സുകുമാരി എന്നെ വിളിച്ചു പറഞ്ഞപ്പോ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരണമെന്ന് ഞാനാ ഇവളോട് പറഞ്ഞത്. ഞാൻ തന്നെ എന്റെ മോനെ സുകുമാരിയും ഇങ്ങനെ ഒരു കള്ളക്കേസ് കൊടുക്കുവോ സാറേ? സുശീലേച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല സാറേ. അഥവാ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ തല പൊട്ടി തെറിക്കത്തേ ഉള്ളൂ. അയ്യോ, അത്രയ്ക്ക് മഹാപാവാ സാറേ. സുകുമാരി, നീയും എന്നെ സംശയിക്കുവാണോ? സാറേ, ഇതാരുടെയും ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ചു പോയതാ. ഞാനും സുകുമാരിയും ഫോണിൽ സംസാരിക്കുന്നത് ആരോ ഒളിച്ചു നിന്ന് കേട്ടിട്ടുണ്ട്. അയാൾ ഒപ്പിച്ച പണിയായിരിക്കും ഇത്, എനിക്ക് ഉറപ്പാ. നിങ്ങളും മരുമകളും മകളും മാത്രമല്ലേ വീട്ടിലുണ്ടായിരുന്നത്? പിന്നെ ആര് ബുദ്ധിമോശം ചെയ്തെന്നാ നിങ്ങൾ ഈ പറയുന്നത്? സാറേ, ഇതിന് കൃത്യമായൊരു ഉത്തരം കിട്ടാൻ പോകുന്നില്ല. സാറിന് വേറെ എന്തെങ്കിലും രീതിയിൽ തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കേ, അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെ കേസെടുക്കുക. സാറേ, ദയവ് ഇത് കേസൊന്നും എടുക്കരുത്. ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നം മാത്രമാണെന്ന് കരുതി സാറിന് ഒഴിവാക്കി തരണം. അതെ സാർ, കേസാക്കി കഴിഞ്ഞാൽ ഒരു തെറ്റും ചെയ്യാത്തവരാവും നാണം കെടുന്നത്. സാറേ, എന്റെ കാര്യം അതോടെ തീരും. ദൈവത്തെ ഓർത്തൊന്ന് വിട്ടയക്കണേ സാറേ. പോലീസിന് ഇതിനേക്കാൾ വലിയ 100 കൂട്ടം കാര്യങ്ങളുള്ളപ്പോഴാ ഇതുപോലുള്ള ചീള് കേസുകളുമായിട്ട് സമയം കളയാൻ വരുന്നവരെ വെറുതെ വിടാൻ പാടില്ലാത്തതാ. ഇതിലെ കുടുംബം കലക്കി ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. തൽക്കാലം ഞാനിത് വിടുക. മേലിൽ ഇതുപോലുള്ള കലാപരിപാടികളുമായിട്ട് ഒരൊറ്റ എണ്ണം ഇങ്ങോട്ട് വന്നേക്കരുത്. മനസ്സിലായോ? ഇനി മുതൽ സ്വന്തം ഫോൺ സൂക്ഷിച്ചു വെച്ചോണം. എന്നാ പൊയ്ക്കോ എല്ലാരും. ശരി, നന്ദിയുണ്ട് സാറേ. സുകുമാരി, ഞാനേ നിന്നെ നിന്റെ വീട്ടിൽ കൊണ്ടുവന്നു വിടാം. ശരി.